അങ്ങനെ ഈ സീൻ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ നായികയായിട്ടുള്ള ഷാർലറ്റിനെയാണ്. ഇവളാണെങ്കിൽ ഒരു ഡോക്ടറാണ്. അതുപോലെ തന്നെ ഭർത്താവും കൊച്ചുമായിട്ട് സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുമായിരുന്നു. ഇപ്പോൾ ഇവളിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൽ നിന്ന് തൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവൾക്കാണെങ്കിൽ വ്യത്യസ്തകരമായിട്ടുള്ള ലൈംഗികത ആസ്വദിക്കാനായിരുന്നു ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത്. അതിനുവേണ്ടി ഇവൾ ആളെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവളുടെ അടുത്ത് ചികിത്സിക്കാൻ വരുന്ന ഓരോ രോഗികളെ തന്നെയായിരുന്നു. പിന്നീട് ആ ഫ്ലാറ്റിൻ്റെ ഓണർ പറഞ്ഞ റെൻ്റാണെങ്കിൽ ആദ്യം തന്നെ അഡ്വാൻസ് എല്ലാം കൊടുത്ത ശേഷം ഇവളാണെങ്കിൽ കുളിക്കാൻ പോകും. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം അവളാണെങ്കിൽ പതിയെ കട്ടിലേക്ക് കിടന്നിട്ട് ഇവിടെയാണെങ്കിൽ തന്നെ ആരും വാച്ച് ചെയ്യാനോ ശ്രദ്ധിക്കാനോ ഇല്ലെന്നുള്ള ആ ഉറപ്പിലും അതുപോലെ തന്നെ ആ മുറി കിടന്ന പ്രൈവസിയുടെയും വിശ്വാസത്തിലാണെങ്കിൽ പതി ഇന്നർ എല്ലാം ഊരിയിട്ട് അവിടെ സന്തോഷത്തോടെ കുറേ നേരം ആലോചിച്ചുകൊണ്ട് കിടക്കും. പിന്നീട് ഷാർലറ്റ് പോകുന്നതെന്ന് വെച്ചാൽ അവളുടെ കൊച്ചിൻ്റെ നീന്തൽ പരിശീലിക്കുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ ചെന്ന് അവളുടെ മൂത്ത മകനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. അതെല്ലാം കഴിഞ്ഞ് കൊച്ചു ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവനെ കഥകളൊക്കെ വായിച്ച് അവനെ പതിയെ കിടത്തുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്ന അവളുടെ ഹസ്ബൻഡായിട്ടുള്ള മാർച്ചിനെയാണ്. അവനാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അവനാണെങ്കിൽ ഭാര്യേനെ സഹായിക്കും. അതുപോലെ തന്നെ അവളുമായിട്ട് ബന്ധപ്പെടാനും സമയം കണ്ടെത്തുന്ന ഒരു ഭർത്താവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്കും അവനെ വലിയ കാര്യമായിരുന്നു. അവനും അതുപോലെ തന്നെ ഇവളോട് വളരെ സ്നേഹത്തോടും കൂടി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് വർക്ക് ചെയ്യുന്നതിനിടെ അതുവഴി നടക്കുമ്പോഴാണ് അവളാണെങ്കിൽ ഒരു പുതിയ പേഷ്യൻറ്റിനെ കാണുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അവളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. കാരണം അവൻ്റെ ദേഹം മുഴുവൻ ഒരുപാട് രോമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൾക്കാണെങ്കിൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ടാൽ എന്ത് സ്പെഷ്യൽ അനുഭവം കിട്ടുന്നതെന്ന് മനസ്സിലൊരു തോന്നലുണ്ടാകുന്നത്. ഉടനെ തന്നെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് തന്നെ സംസാരിച്ച് അവനെ കൺവിൻസ് ചെയ്ത് അവനെയും കൂട്ടിക്കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയി അന്ന് അവനുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ അവൾക്കാണെങ്കിൽ ഇതുവരെ കിട്ടാത്തൊരു സ്പെഷ്യൽ അനുഭവം അവൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഇത് കഴിഞ്ഞ് ഷാർലറ്റ് പോകുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാനായിരുന്നു. എല്ലാ സ്റ്റുഡൻസിനും ഇഷ്ടമുള്ള ടീച്ചറും കൂടിയായിരുന്നു ഇവൾ. കാരണം ഇവളാണെങ്കിൽ കുട്ടികളോട് നല്ല രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസമാണെങ്കിൽ അവൾ അതുവഴി നടക്കുമ്പോൾ അടുത്ത പേഷ്യൻറ്റിനെ കാണും. ഇവരാണെങ്കിൽ ഹാർഡുമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ളവനായിരുന്നു. അങ്ങനെ അവനോട് സംസാരിച്ച ശേഷം പിന്നീട് അവനെ കൂട്ടിക്കൊണ്ട് അവൾ ഫ്ലാറ്റിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ അവളോട് പറയും അവന് റഫായിട്ട് ബന്ധപ്പെടുന്നതിന് മാത്രമാണ് താല്പര്യമുള്ളതെന്ന്. അങ്ങനെ അവളും ആ കാര്യത്തിന് സമ്മതിക്കും. കാരണം അവൾക്ക് വെറൈറ്റി തന്നെ പരീക്ഷിച്ച് നോക്കണമായിരുന്നു. പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഓരോ ക്ലയൻറ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരും വെറൈറ്റി തന്നെയായിരുന്നു. ഓരോ പ്രായക്കാർ അല്ലെങ്കിൽ ഓരോ രൂപക്കാർ അങ്ങനെ ഓരോ വ്യത്യസ്ത വെറൈറ്റി ഇവൾ പിടിക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് വീട് ചെന്ന ശേഷം ഇവൾ മാർച്ചുമായിട്ട് ഒരുപാട് നല്ല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം അവൾക്കാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോടുള്ള സ്നേഹം ഇപ്പോഴും പോയിട്ടില്ലായിരുന്നു. പിറ്റേന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ക്ലയൻ്റ് എന്ന് പറഞ്ഞ ഒരു പടുകിളവനായിരുന്നു. അവന് ശരിക്കും മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റത്തില്ലേ പോലും അവനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഇവൾക്ക് അറിയേണ്ടതുകൊണ്ട് ഇവൾ ആ കിളവൻ്റെ കൂടെ ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം അവളാണെങ്കിൽ ആ കിളവനെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയി അവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ അവളാണെങ്കിൽ അവളുടെ മകൻ്റെ പേരൻസ് മീറ്റിങ്ങിന് പോകേണ്ട കാര്യം മറന്നുപോയായിരുന്നു. 2 പേരൻസിനെയും വിളിച്ചിട്ടുള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് ധൃതി വെച്ച് ചെല്ലുമ്പോഴത്തേക്കിനും മാർച്ചാണെങ്കിൽ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേരൻസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷമാണെങ്കിൽ മാർച്ചിന് ഇവളുടെ ജോലി കാര്യങ്ങളെ പറ്റിയൊക്കെ ചെറിയ ഡൗട്ട് തോന്നി തുടങ്ങും. അവൻ പതിയെ അവളോട് ചോദിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. ഷാർലറ്റ് ആണെങ്കിൽ അവനോട് ഒരു പ്രശ്നമില്ലെന്ന് പറയും. അങ്ങനെ ആ വിഷയമാണെങ്കിൽ അവിടെ വെച്ച് വരും. പിറ്റേ ദിവസമാണ് ഷാർലറ്റ് മാർച്ചിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി അവനെ വിളിക്കാൻ വേണ്ടി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഇച്ചിരിയും കൂടെ താമസമുണ്ട്, ചെറിയ വർക്കും കൂടെ ഉണ്ടെന്ന് പറയും. അന്നേരം ഷാർലറ്റ് പറയും അങ്ങനെയാണ് കുഴപ്പമില്ല, അവളാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ സൈറ്റെല്ലാം നടന്ന് കണ്ടോളാമെന്ന് പറയും. അങ്ങനെ അവൾ ആ കെട്ടിടത്തിൻ്റെ ഓരോ നിലയിൽ കൂടെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് ഒരാൾ കാണുന്നത്. പെട്ടെന്ന് അവൻ തിരിയുമ്പോഴാണ് ഇവൾ ഞെട്ടിപ്പോകുന്നത്. കാരണം അതാണെങ്കിൽ ഇവൾ ഫ്ലാറ്റിലേക്ക് വിളിച്ചുകൊണ്ട് റഫായിട്ട് ബന്ധപ്പെട്ട ക്ലൈൻ്റ് ആയിരുന്നു. അവനാണെങ്കിൽ റഫായിട്ടുള്ളത് മാത്രം ഇഷ്ടമുള്ളതുകൊണ്ട് ഇവളെ കാണുമ്പോഴത്തേനും ഓടി ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്നാൽ പിന്നെ ഇപ്പം തന്നെ ബന്ധപ്പെട്ടേക്കാന്ന് പറഞ്ഞ് ഇവളെ കയറി പിടിക്കാൻ വേണ്ടി നോക്കും. ഇവളാണെങ്കിൽ പേടിച്ച് ആദ്യം കിടന്ന കാർ അത് കഴിഞ്ഞ് അവനുമായിട്ടുണ്ടാകുന്ന ചെറിയ മൽപ്പിടത്തിൻ്റെ ഇടയിൽ ഇവൾ അവനെ അടിച്ചിടും. അവൻ നിലത്ത് വീണ് എഴുന്നേക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൾക്ക് പാവ തോന്നിയിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആദ്യം എഴുന്നേൽപ്പിക്കാൻ വരുന്ന പോലെ വന്ന ശേഷം വീണ്ടും അവനെ ഇടിച്ചങ്ങ് ബോധം കെടുത്തു. പിന്നീട് അവൻ്റെ വായിന്നൊക്കെ വരുന്ന ചോര കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവളും അവിടെ ബോധം കെട്ട് വീഴും. പിന്നീട് ഇവൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലായിരുന്നു. അടുത്താണെങ്കിൽ മാർച്ച് ഇരിപ്പുണ്ടായിരുന്നു. മാർച്ചിന് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പിടികിട്ടി തുടങ്ങിയായിരുന്നു. അവൻ്റെ ഭാര്യയാണെങ്കിൽ അവളുടെ അടുത്ത് വരുന്ന പേഷ്യൻസുമായിട്ടെല്ലാം ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയാണെന്നുള്ള കേസ്. തൻ്റെ ഭർത്താവിന് തന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പിടികിട്ടിയ ഷാർലറ്റ് ആണെങ്കിൽ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി പോകും. അവിടെ ചെന്ന് സൈക്കാട്രിസ്റ്റ് ചോദിക്കും എന്തുകൊണ്ടാണ് ഇവളാണെങ്കിൽ മറ്റു പുരുഷന്മാരെ ആശ്രയിച്ചാൽ ചോദിക്കുമ്പോഴത്തേക്കും ഇവൾ പറയും ഇവൾക്ക് എന്നും വെറൈറ്റി ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് സൈക്കാട്രിസ്റ്റ് പറയുന്നത് പിറ്റേ ദിവസം മാർച്ചിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയും. അങ്ങനെ പിറ്റേ ദിവസം മാർച്ചിനെ ഷാർലറ്റിനെ ഇരുന്ന് ഒരുമിച്ച് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് ഷാർലറ്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആദ്യ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ മാർച്ചിനെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഷാർലറ്റ് പറയും അവൾ മാർച്ചിനെ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല, അവനുമായിട്ട് ബന്ധപ്പെടുന്ന അത്രയും ഫീലിങ്ങോ അല്ലെങ്കിൽ അവൻ തരുന്ന പോലെ കെയറോ വേറെ ആരും തന്നിട്ടൊന്നുമില്ലെന്ന് പറയും. പക്ഷേ അവളാണെങ്കിൽ ആ രോഗികളുമായിട്ടെല്ലാം ബന്ധപ്പെടാൻ ഒറ്റക്കാരണം വ്യത്യസ്തത തേടിക്കൊണ്ട് മാത്രമാണെന്നും അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ബന്ധപ്പെട്ട മുഴുവൻ രോമമുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആണെങ്കിൽ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതായിരുന്നൊക്കെ പറയും. അന്നേരമാണ് മാർച്ച് ചോദിക്കുന്നത് അവൾ എന്നോട്ടാണ് ആ റൂം റെൻ്റ് എടുത്തത്. കാരണം ഇവനും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നോട്ടാണ് അവൻ്റെ ഭാര്യയാണെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങിയെന്ന്. പക്ഷെ അവളാണെങ്കിൽ പിന്നീടുള്ള മിക്ക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തന്നെ ഇരിക്കും. അങ്ങനെ അന്നത്തെ സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവൾ വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം ആകാശ
ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുകയും കരയുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം തന്നെ നമുക്ക് പിടികിട്ടി തുടങ്ങും ഇവളുടെ മാനസിക നില പതിയെ തെറ്റിത്തുടങ്ങിയെന്ന്. അതെല്ലാം കഴിഞ്ഞ് ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിലാക്കപ്പെട്ട് ഇവളാണെങ്കിൽ വീണ്ടും ജയിലിലേക്കാകും. അവനെ കോർട്ട് റൂമിൽ വെച്ച് കോടതിയിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കിനും ഇവൾ ഇതേ കാര്യങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ജഡ്ജിക്ക് മനസ്സിലാവും ഇവളുടെ മാനസിക നില ശരിയല്ലെന്ന്. അങ്ങനെ കോടതിയിൽ നിന്ന് ഇങ്ങനെ മാനസിക രോഗമുള്ള ഒരു ഡോക്ടർ എങ്ങനെ ജോലി ചെയ്യുന്നുള്ള ഒരു ചോദ്യം ഉയർന്നുകൊണ്ട് തന്നെ ഇവൾക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസും ക്യാൻസൽ ചെയ്തു ഇവളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് വിടും. പിന്നീട് ഷാർലറ്റ് ആണെങ്കിൽ വീണ്ടും മാച്ചൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നിരിക്കും. മാച്ചനാണെങ്കിൽ അവളെ അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളുടെ മാനസിക നില ശരിയല്ലെന്നും അതുപോലെ തന്നെ അവളാണെങ്കിൽ ഇപ്പോൾ ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്നും പിടികിട്ടുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ സ്വീകരിക്കാൻ തന്നെ തയ്യാറാകും. പിന്നീട് 2 വർഷം കഴിഞ്ഞ് പോകും. അവരാണെങ്കിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ രണ്ടാമതായിട്ട് ഒരു ഇരട്ട കുട്ടികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഷാർലറ്റ് ആണെങ്കിൽ മാച്ചൻ്റെ കൂടെ വർക്കിൻ്റെ ആവശ്യമായിട്ട് ഇന്ത്യ വന്ന് ഇവിടെ സെറ്റിലായിട്ട് നിൽക്കുമായിരുന്നു. മാച്ച് വീണ്ടും അവളെ സ്വീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ കൾച്ചറിൽ നിന്നൊക്കെ മാറി ഈ സ്വസ്ഥതയുള്ള പുതിയൊരു സ്ഥലത്ത് ജീവിക്കുന്നതുകൊണ്ടും അവളാണെങ്കിൽ അത്യാവശ്യം നോർമലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഷാർലറ്റ് മാച്ചനെ കാണാൻ വേണ്ടി അവൻ്റെ വർക്ക് സൈറ്റിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് അവിടെയുള്ള ഒരു വർക്കറുമായിട്ട് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും മാച്ചനാണെങ്കിൽ വീണ്ടും ഒരു പേടി തോന്നി തുടങ്ങും ഇവൾ വീണ്ടും പഴയ പോലെ ആയി തുടങ്ങുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞ് ഷാർലറ്റ് പോകുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ചന്തയിലേക്കായിരുന്നു. അവിടെ ചെന്ന് തയ്ക്കാനുള്ള തുണികളൊക്കെ മേടിച്ച ശേഷം വീണ്ടും വീട്ടിലേക്ക് വന്ന് പതിയെ തുണിയൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കും. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും ഇതേ ശീലം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഈ അടച്ചിട്ടിട്ടുള്ള ഇരിപ്പാണെങ്കിൽ ഇവൾക്ക് ബോറടിച്ച് തുടങ്ങും. അങ്ങനെ ആ ഒരു ശ്വാസം മുട്ടൽ മാറ്റാൻ വേണ്ടി ഇവളാണെങ്കിൽ പതിയെ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കും. ഒരിക്കൽ മാച്ചില്ലാത്ത സമയം നോക്കി ഇവളാണെങ്കിൽ വെളിയിലേക്ക് പോയിട്ട് മാച്ചിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ചെല്ലും. അന്നാണെങ്കിൽ ഒരു വർക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അവൾ പതിയെ അതിൻ്റെ ഓരോ നിലകളും കയറി ഏറ്റവും മുകളിലത്തെ നില ചെന്ന ശേഷം അവിടുത്തെ തറയിലേക്ക് വിശാലമായിട്ട് അങ്ങ് കിടക്കും. അപ്പം തന്നെ അവൾക്കാണെങ്കിൽ അടച്ചിട്ടതിന് വെളിയിലേക്ക് വന്നതിൻ്റെ ഒരു പ്രത്യേക ആശ്വാസം കിട്ടി തുടങ്ങിയായിരുന്നു. ഇതേസമയം വെളിയിൽ പോയ മാച്ചാണ് തിരിച്ചു വന്ന് വേലക്കാരിയോട് ഷാർലറ്റിൻ്റെ ചോദിക്കുമ്പോഴത്തേക്കിനും അവർ പറയും വേടമാണെങ്കിൽ വെളിയിൽ പോയി കാണുമെന്നും 2 ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്നും. ഇത് കാണുമ്പോഴത്തേക്കിനും മാച്ചിന് വീണ്ടും പേടിയായിട്ട് തുടങ്ങും. അന്ന് രാത്രി അവർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഷാർലറ്റ് ആണെങ്കിൽ കണ്ണുകൾ അടയ്ക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും മാച്ചിന് ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ അവളോട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ വേണ്ടി പറയും. അവൾ മതി നോക്കി തുടങ്ങുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ അന്നത്തെ ദിവസത്തെ എല്ലാം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ മടുത്തങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോകും. പിറ്റേ ദിവസം മാച്ചാണെങ്കിൽ ഷാർലറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ മാച്ചാണെങ്കിൽ പിറ്റേ ദിവസം ഷാർലറ്റ് ഓട്ടോയ്ക്ക് പോകുമ്പോഴത്തേക്കിനും ഇവൻ പുറകെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ മാച്ച് നോക്കുമ്പോഴത്തേക്കും ഷാർലറ്റ് ആണെങ്കിൽ അവൻ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കയറി പോകുന്നത് കാണും. ഇവൻ പുറകെ തന്നെ അവളറിയാതെ ഫോളോ ചെയ്ത് ചെന്ന് ചെല്ലുമ്പോഴത്തേക്കിനും ഏറ്റവും മുകളിലെത്തുമ്പോഴത്തേക്കിനും അവൻ കാണും അവളാണെങ്കിൽ ഭിത്തിയോട് ചേർന്ന് കണ്ണു അടച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കിനും അവന് ശരിക്കും വിഷമം തോന്നും. അവൻ്റെ ഭാര്യയാണെങ്കിൽ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകാനല്ലോ എന്നൊക്കെ ഓർത്ത് അവൻ അവിടെ നിന്നും മിണ്ടാതെ പതിയെ ഇറങ്ങി വന്ന ശേഷം അന്ന് രാത്രി മുഴുവൻ അതും ആലോചിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പിറ്റേന്ന് രാവിലെ ഷാർലറ്റ് കഴിഞ്ഞതിന് ശേഷം മൂത്ത മകൻ ഇവിടെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം മാച്ച് ആണെങ്കിൽ ഇരട്ടക്കുട്ടികളെ വെളിയിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ അവൻ്റെ മൈൻഡാണെങ്കിൽ അവൻ്റെ ഭാര്യനെ പറ്റി ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നീടാണ് അവരാണെങ്കിൽ ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ ആ ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഷാർലറ്റ് വളരെ ഹാപ്പിയായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ ശ്രദ്ധിക്കും. ഇവനും അതിൻ്റെ ഇടയിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു അവളുടെ പഴയ ക്യാരക്ടർ തിരിച്ചു വരുമോ എന്നുള്ളത്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഷാർലറ്റിൻ്റെ കൂടെ കാറിലിരുന്നുകൊണ്ട് ഉള്ളിലാണെങ്കിൽ ഭയമെല്ലാം ഒതുക്കി ഷാർലറ്റിൻ്റെ മുന്നിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന മാച്ചനെ കാണിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.